നമസ്കാരം. MNR കോട്ടായി. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വീഡിയോ നമ്മൾ വർമി കമ്പോസ്റ്റ് ഉണ്ടാക്കുകയാണ്. എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഞാൻ എങ്ങനെയാണ് വർമി കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്, അതിനെന്താണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ കാണിച്ചു തരാനുള്ളൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ തുടങ്ങാം. നമ്മുടെ നേന്ത്രവാഴ വെട്ടിക്കഴിഞ്ഞു. മഴ പെയ്തിട്ട് തണുപ്പ് കൂടുതലാണ്. ശരിക്ക് സമയമില്ല. ചെറുതായിട്ടൊന്ന് വെടിച്ചാലും നമുക്ക് ശരിക്കും മണ്ണൊക്കെ പോയെന്ന് വരും. ഓരോ പണിക്കും എടുക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ആയുധങ്ങൾ എപ്പോഴും വേണം. ഇത് കൈക്കോട്ടാണ്. ഇതിനൊരു പ്രത്യേകതയില്ല. മുഴുവൻ കൈക്കോട്ടല്ല, കുറച്ച് പാതി തേഞ്ഞത്. ഇതിൻ്റെ തായ് എന്ന് പറയുന്നത് ഇതിന് 3.5 കിലോ വെയിറ്റാണ്. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു 4-5 വർഷമായിട്ടുണ്ട്. ഒന്നും അനങ്ങിയില്ല. നമ്മൾ കൈക്കോട്ട് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു 3-4 മാസമായാലും തുരുമ്പൊടിച്ച് പോകും. ഇതിന് പ്രത്യേകിച്ച് ഒരു തായ് ഉണ്ടാക്കിയാണ്. വേറെ എന്തായാലും വഴങ്ങുന്ന പുഴക്കെന്ന് പറയുമ്പോൾ ഇത് മെടന്നപ്പോൾ പൊട്ടിപ്പോകും. അതിനാണിത്. ഇതിന് പ്രത്യേകിച്ച് ഇങ്ങനെ വെൽഡ് ചെയ്യണം, ഇവിടെ വെൽഡ് ചെയ്യണം. അപ്പോഴിത് നമുക്ക് നേരെ പണിയെടുക്കാൻ പറ്റും. മണ്ണ് പഠിക്കാൻ നിന്നാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, വാഴ വെട്ടി ഒരു 10-15 ദിവസം കൊണ്ട് ഇതിൻ്റെ കന്ന് പുഴക്കണം. അതല്ലെങ്കിൽ ഇതിൽ വന്ന് പുഴു പിടിക്കും. നമ്മുടെ അവിടെ കരുക്ക് എന്ന് പറയും. ഏത് വളപ്പുഴുമേലുള്ള പുഴു പിന്നെ തിന്നത് നല്ല കന്ന് കിട്ടില്ല. ഇതൊക്കെ ഉണ്ടല്ലോ, ഒന്നും പറ്റിയില്ല. നല്ല കന്നാണ്. ആളുണ്ടെങ്കിൽ വെക്കുക നമുക്ക്, അതല്ലേ കമ്പോസ്റ്റ് ആക്കും. ഞാൻ വയ്ക്കുന്ന വാഴയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കൊല വെട്ടിക്കഴിഞ്ഞാൽ ഇതേമാതിരി സൂചിക്കന്നായിട്ടിരിക്കും. ഉണ്ടോ? ഇതുപോലുള്ള കന്നാണ് വയ്ക്കുക. നമ്മൾ കരുക്ക് പിടിക്കാത്ത കന്ന്. സംഗതി ഇതൊരു 1 കിലോ വെയിറ്റ് ഉണ്ടാവുള്ളൂ. കാരണം ഇതിൻ്റെ വാഴങ്ങന്ന് ഒരുപാട് വെയിറ്റ് വരില്ല. പക്ഷെ നല്ല കന്നാണ്. ഇത് വയ്ക്കാൻ പറ്റിയ കന്നാണ്. നല്ല വാഴയാണെങ്കിൽ ഒരു വാഴയുടെ മരത്തിൽ നമുക്കൊരു 4-5 കന്ന് 6 കന്ന് വരെ കിട്ടും. ഇപ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് വിൽക്കാം. നമ്മളൊരു കന്നിൻ്റെ വില 40 രൂപയാണ്. അത് വേറെ കാര്യം എന്ന് വെച്ചാൽ, 40 എന്ന് പറയുമ്പോൾ നമ്മുടെ ചിലപ്പോൾ ആൾക്കാർ മടിക്കില്ല. പക്ഷെ മേടിച്ചില്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ വെറുതെ കൊടുക്കാം. പക്ഷേ വില വിട്ട് കൊടുക്കരുത്. കാരണം അത് നമ്മുടെ ആവശ്യം കഴിഞ്ഞല്ലോ ഇനി ആരെങ്കിലും കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ കർഷകരുടെ ഏറ്റവും വലിയ പരാജയം അതാണ്. നമുക്ക് ന്യായമായ വില കിട്ടണം. അല്ലെങ്കിൽ വെട്ടി കമ്പോസ്റ്റ് ഇടാലോ. വെറുതെ കൊടുത്താൽ അത് തൃപ്തിയാണ്. പക്ഷെ നമ്മുടെ സാധനം നമ്മൾ പറഞ്ഞ വില കിട്ടാതെ 40 രൂപയുടെ ഉൽപ്പന്നം 10 രൂപയ്ക്ക് 15 രൂപയ്ക്ക് കൊടുക്കരുത്. കിട്ടിയതാവട്ടെ എന്ന് പറഞ്ഞിട്ട്. അതൊന്നും വിത്ത് സാധനമൊന്നും ഒരിക്കലും വെറുതെ കൊടുക്കാൻ വാങ്ങിച്ചു. അതിനുള്ള വില വാങ്ങിച്ചിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ ഇത്തിരി വെടിച്ചാണെങ്കിൽ മണ്ണ് ഒറ്റ തട്ടില്ല. മണ്ണേ പേർച്ച് വരില്ല. മഴ വിട്ടിട്ടില്ല.
അതൊക്കെ നല്ല മഴ. നമ്മൾ കുഴക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യം നല്ലതെന്ന് തോന്നി മാറ്റിയിടും. കമ്പോസ്റ്റ് ചെയ്തിട്ടുള്ളത് വേറെ അത് ലാസ്റ്റ് കൊണ്ടുപോയാൽ മതി. നമുക്ക് അതൊന്ന് വെറുതെ തിരയേണ്ട കാര്യമില്ല. മണ്ണായി നമ്മൾ കുഴക്കിയിട്ട് കുഴി ഉടനെ മൂടേണ്ട ആവശ്യമില്ല. കാരണം അത് കുറച്ച് കാറ്റും പേരും കണ്ട് കിടന്നോട്ടെ, നല്ലതാണ്. നമുക്കത് കുഴക്കി തന്നെ കൊണ്ടുപോകാം.